അപ്പൊ ആ ഓഡിയൻസിനോട് റോക്കി ബായ്ക്ക് എന്താണ് പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, നിങ്ങൾ ചിന്തിക്കുക. എക്സ്ക്യൂസ് മീ സർ, ഒന്നിങ്ങി വന്നാട്ടെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ആ എരണം കെട്ടവനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവനോട് കൊണ്ട്. ഓക്കെ, നിങ്ങൾ കാണുന്നില്ല അതിൽ ശരിയാണ് തെറ്റാണെന്ന് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഓ പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർത്തി, കൂൾ ഡൗൺ. അല്ലെ, ഇപ്പൊ എന്നെ ഇതിന്റെ താഴെ വന്നിട്ട് അതൊക്കെ പറയാൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് കമന്റ് ഇട്ടിട്ട് പോകും. എനിക്ക് കമന്റ് കൂടുമ്പോഴായിരിക്കും വൈറലാവുന്നത് അല്ലേ? ബാലേട്ടന്റെ മാനസികാവസ്ഥയ്ക്ക് എന്താ പ്രശ്നമുണ്ടോ? അത് തന്നെയാ വേറൊരു ഭാഷയിൽ ഞാൻ പറഞ്ഞത് ഭ്രാന്താണെന്ന്. സ്വാഭാവികം. നെഗറ്റീവ് എന്താണ് ഇപ്പൊ പോസിറ്റീവ് ഉണ്ടാവുന്നത്? ഫസ്റ്റ് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവും, പിന്നെ അവിടെ നിന്ന് പോസിറ്റീവ്. ആർക്കാണ് പോസിറ്റീവ് ഉണ്ടാവുക? എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുത് പ്രകടമായി ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നേ പറയൂ. കുപ്പിയുടെ കേസില്ല. കുപ്പിയുടെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാല് അതെ എന്റെ കുഴപ്പമൊന്നല്ല, നിങ്ങളുടെ ഇല്ലേ നിങ്ങളുടെ കുഴപ്പമാണ്, എന്റെ കുഴപ്പമല്ലട്ടാ. മനസ്സിലായടാ? അപ്പം എനിക്കത് അവിടെ നിന്ന് കിട്ടിയ പ്രീഷ്യസ് ആയിട്ടുള്ള സാധനം ഞാൻ അതിന് ഇത് എന്റെ അപ്പന്റെ കൊടയാണ്. ഇതിന് ഞാൻ 1 കോടി തന്നാലും കൊടുക്കത്തില്ല എന്ന് പറയുമല്ലോ, അതുപോലെ പറഞ്ഞതാണ് ഞാൻ. നല്ല വിഷമമുണ്ടല്ലേ? ഇത് കാരണല്ലേ ഇത്? അല്ല ഇത് കാരണല്ലേ ഇത്? ഇതെന്റെ ആറ്റിറ്റ്യൂഡാണ്. റോക്കി കുപ്പി 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ പോകുന്നു. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാം, ചിലപ്പോൾ ഞാൻ അതേ കുപ്പി തന്നെ ചിലപ്പോൾ 1 കോടി രൂപയ്ക്ക് വിൽക്കുന്നു വരാം. കാര്യം നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ എണിയൊക്കെ പിടിക്കണത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ, പറഞ്ഞാൽ അനുസരിക്കൂലല്ലോ, അനുഭവിക്കുക. എന്റെ ലെവൽ അപ്പ് ആവുമ്പോഴത്തേക്ക് ഞാൻ ലെവൽ അപ്പായി നാളെ വലിയൊരു ലെവലിലോട്ട് എത്തുമ്പോൾ ചിലപ്പോൾ TV റിയാലിറ്റി ഷോയിലൊക്കെ പോയി ഫ്ലാറ്റൊക്കെ സമ്മാനം കിട്ടിയ ഒരു കഥയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ. എലിമിനേഷൻ റൗണ്ടിൽ പുറത്തായതിന്റെ ഷോക്കാ കുട്ടിക്ക്. ഇപ്പം ഈ കുപ്പി തന്നെ ഞാൻ ഓഷന് വെച്ചിട്ട് ചിലപ്പോൾ 1 കോടി രൂപ വിൽക്കും ഞാനത്. അപ്പം പറയുന്നത് വിശ്വസിക്കരുത്. ഇപ്പം ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാ വാദം. ഇവിടെ താനൊക്കെ ഈ ഭൂമിക്ക് ആവശ്യമില്ലാത്തൊരു ഭാരം. അപ്പം അത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ കർത്താവേ, എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് ഇതെന്നാ പറ്റിയേ? നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കുക, കാരണം നിങ്ങൾക്ക് എന്നെ കുറിച്ച് നെഗറ്റീവ് പറയണോ എന്റെ അടുത്തൊന്ന് ചോദിക്കൂ, ഞാൻ പറഞ്ഞുതരാം. അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ചു. അതിന്റെ അർത്ഥം എന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായി. എലിമിനേഷൻ റൗണ്ടിൽ പുറത്തായതിന്റെ ഷോക്കാ കുട്ടിക്ക്. നിങ്ങൾക്കറിയാത്ത കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എന്ത് ചെയ്താലും നന്നാവില്ലെന്ന് പറഞ്ഞ് ഈ ലോകത്ത് കുറെ എണ്ണം അവതരിച്ചു. നല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? എനിക്ക് ഞാൻ പറഞ്ഞാൽ പറയും, പൊങ്ങച്ച പറഞ്ഞു എന്റെ നെഗറ്റീവ് പറഞ്ഞു തരാൻ പോകും. നിങ്ങൾ പറയുന്ന കാര്യമൊന്നുമല്ല, പഴയ കാര്യങ്ങളോട് പറയാം. മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്, നീ ഒന്ന് ഈ ജന്മത്ത് നന്നാവില്ല കേട്ടോ. ഇപ്പം ഈ കുപ്പി തന്നെ ഞാൻ ഓഷന് വെച്ചിട്ട് ചിലപ്പോൾ 1 കോടി രൂപ വിൽക്കും ഞാനത്. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ? വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പോ ഞാൻ പോട്ടെ, ദൈവം കാക്കട്ടെ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും